ഇന്ന് സർക്കാർ നടപ്പിലാക്കിയ ജനകീയ അല്ലെങ്കിൽ എല്ലാ പ്രദേശവാസികളെയും ഒക്കെ പങ്കുചേർത്ത് ഈ ബന്ധുക്കളെയും ഒക്കെ പങ്കുചേർത്തുള്ള ആ തിരച്ചിൽ ദൗത്യം അവസാനിക്കുകയാണ്. പക്ഷേ വളരെ വിരലിനാവുന്ന ആളുകൾ മാത്രമാണ് ഈ ദൗത്യത്തിൽ ബന്ധുക്കളുടെ ഭാഗത്തുനിന്നും എത്തിയത്. നമുക്കറിയാം 190 പേരുടെ പട്ടിക ആദ്യം തയ്യാറാക്കി, പക്ഷേ അത് 50 പേരിൽ താഴെ ഉണ്ടാകും. കാരണം അവരുടെ മാനസിക സംഘർഷങ്ങളൊക്കെ മനസ്സിലാക്കണം. ഒപ്പം വല്ലാത്ത ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ അവരെ കൊണ്ടുവന്ന് ഈ തിരച്ചിൽ നടത്തുന്നത് മാനസികാരോഗ്യ പ്രശ്നങ്ങൾ കൂടി കണക്കിലെടുത്താണ് ഇങ്ങനെ എണ്ണം കുറച്ചത്. 5-8 വർഷം ഈ വീട് വെക്കാൻ വേണ്ടിയിട്ട് കുറെ ബുദ്ധിമുട്ടി. വീട് വെച്ച് അതിലൊന്നും എനിക്ക് ടെൻഷനില്ല. നമുക്കുണ്ടാക്കി എൻ്റെ മോളും പോയി. മോളെ എന്തെങ്കിലും അറിയുമെന്ന് പറഞ്ഞിട്ട് അതിപ്പോ ഞാൻ രണ്ടാമതാണ് വരുന്നത്. ഹോസ്പിറ്റലിൽ നിന്നിട്ട് ഒരു മനസ്സമാധാനം കിട്ടുന്നില്ല. എൻ്റെ അമ്മായിന്റെ മക്കളാണ് 8 പേരാണ് ഒരു കുടുംബത്തിൽ നിന്ന് പോയത്. അവര് ഒരു 3-4 പേരെ കിട്ടിയിട്ടുണ്ട്, ബാക്കിയുള്ളവരെ കിട്ടാനുണ്ട്. പിന്നെ അപ്പൊ അവരെ ഒരു ഭാഗങ്ങൾ എവിടെയാണെന്നുള്ള കടക്കണ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത്. അതിനിടയിലാണ് മുണ്ടക്കയിൽ 2-3 സ്ഥലങ്ങളിൽ ഈ സന്നദ്ധ പ്രവർത്തകർ ചെറിയൊരു സ്മെല്ല് അനുഭവപ്പെട്ടു എന്ന് പറഞ്ഞതനുസരിച്ച് ഡോഗ് സ്ക്വാഡ് എത്തി പരിശോധന നടത്തി. തുടർന്ന് ഹിറ്റാച്ചി കൊണ്ടുവന്ന് മണ്ണ് മാന്തി പരിശോധന നടത്തി. പക്ഷേ കാര്യമായി ഒന്നും തന്നെ കണ്ടെത്താൻ കഴിയുകയും ചെയ്തില്ല. ഇതിനിടയിൽ ഈ പരിശോധനകളൊക്കെ നടക്കുന്നതിനിടയിൽ പ്രധാനമന്ത്രിയുടെ വരവിന് മുന്നോടിയായിട്ടുള്ള നിരീക്ഷണ പറക്കലുകൾ അല്ലെങ്കിൽ പരിശീലന പറക്കലുകളൊക്കെ ഹെലികോപ്റ്ററുകളുടെ പറക്കലുകളും ഈ മുണ്ടക്കൈ ഈ ഭാഗത്തൂടെ ഈ ദുരന്തബാധിത മേഖലയിലൂടെ നടക്കുകയുണ്ടായി. ഇന്നും ഏകദേശം 1000-ലേറെ സന്നദ്ധ പ്രവർത്തകർ വിവിധയിടങ്ങളിലായി ഈ തെരച്ചിലിൽ പങ്കാളികളായി. ഒപ്പം തന്നെ സർക്കാർ സംവിധാനങ്ങളുടെ എല്ലാം പ്രതിനിധികളും ഈ ഒരു ദൗത്യത്തിന്റെ ഭാഗമായിട്ടുണ്ട്. പ്രധാനമന്ത്രി വരുന്നതിന്റെ ഭാഗമായി 24 മണിക്കൂർ മുമ്പ് ചില സെക്യൂരിറ്റി റീസൺ കാരണം അതുകൊണ്ട് ഞായറാഴ്ച ഇത് തുടരും. മുണ്ടക്കയിൽ നിന്ന് ബിനു പാമ്പയ്ക്കൊപ്പം ദിവിഷ് മണി, മാതൃഭൂമി ന്യൂസ്.